വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അപ്പോൾ വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ കുടികൊള്ളുന്ന രഹസ്യമാണ്. ഇപ്പോൾ നമ്മൾ കേട്ടു, ഞാനാണ്, ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. എന്താ യേശു പറഞ്ഞത്? ഞാനാണ് പുനരുത്ഥാനവും ജീവനും. അതിനെ തുടർന്ന് പിന്നീട് പല സ്ഥലത്ത് യേശു പറഞ്ഞിരിക്കുന്നത് എന്താ? ഞാനാണ് ആദിയും അന്തവും. അപ്പൊ ഞാനാണ് പുനരുത്ഥാനവും ജീവനും, അതിൽ ഞാനാണ് ജീവനും പുനരുത്ഥാനവും, ഞാനാണ് ആദിയും അന്തവും. മനസ്സിലായോ? ഐ ഈക്വൽ ടു ലൈഫ് ആൻഡ് റിസറക്ഷൻ ഈക്വൽ ടു ആൽഫ ആൻഡ് ഒമേഗ. Therefore, from when resurrection exists, alpha and omega. മനസ്സിലായോ? ഞാനാണ് ജീവനും പുനരുത്ഥാനവും, ഞാനാണ് ആൽഫയും ഒമേഗയും. അപ്പൊ എന്നു മുതൽ പുനരുത്ഥാനത്തിന്റെ ശക്തിയുണ്ട്? ആദ്യം മുതലുണ്ട്. പുനരുത്ഥാനത്തിന്റെ ശക്തി ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവം എന്നു മുതലുണ്ടോ അന്നു മുതൽ പുനരുത്ഥാനത്തിന്റെ ശക്തി ഉണ്ട്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇത്തിരി ബുദ്ധിമുട്ടാണല്ലേ? അതാണ് ദൈവത്തിന്റെ ശക്തിയുടെ ആ വലിയ പർവ്വതങ്ങളിലേക്ക് നിങ്ങൾ ഓടിക്കയറണമെന്ന് പറയുന്നത്. പർവ്വതങ്ങളിലേക്ക് ഓടിക്കയറുക എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഈ രഹസ്യങ്ങളിലൂടെ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള അറിവ്. അപ്പോൾ യേശു ദൈവം എന്നു മുതൽ ഉണ്ടോ അന്നു മുതൽ ജീവനും പുനരുത്ഥാനവും ഉണ്ട്. ഐ ആം ലൈഫ് ആൻഡ് റിസറക്ഷൻ. ഇനി നമുക്ക് കാണാൻ സാധിക്കും പഴയ നിയമത്തിലുള്ള ചില ഉയർപ്പിന്റെ അനുഭവങ്ങൾ. ഉയർപ്പ് കൃത്യമായി പുതിയ നിയമത്തിൽ ഏതുപോലെ യേശു പ്രാർത്ഥിച്ചപ്പോൾ കൈവച്ചപ്പോൾ ഉയർത്ത പോലെ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ശിശു ഉയർത്തെഴുന്നേറ്റു. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് നമ്മൾ ഫ്രാൻസിസ് സേവ്യറുടെ എല്ലാം ശരീരം അങ്ങനെ അതുപോലെ തന്നെ ഇരിക്കുന്നതും അത് എക്സ്പോസ് ചെയ്യുന്നതും അതിനെ കാണാൻ ജനലക്ഷങ്ങൾ തടിച്ചു കൂടുന്നതും ഈ ഉയർപ്പിന്റെ അനുഭവമാണ്. ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സുവിശേഷ വേലയ്ക്കായി നിരവധി വിശുദ്ധന്മാരുടെ ശവകുടീരങ്ങൾ, അവരുടെ ആ ശരീരം അതുപോലെ ഇരിക്കുന്നത് നിരവധി പേരുടെ കാണാനും സ്പർശിക്കാനും പ്രാർത്ഥിക്കാനും ഇടയായിട്ടുണ്ട്. ബെർണാഡിത്ത്, സെയിന്റ് ബെർണാഡിത്ത്, സെയിന്റ് കാതറിൻ ലെബോറെ, അങ്ങനെ പിന്നെ ജോൺ മരിയ വിയാനി, ഇവരുടെ എല്ലാം ശരീരം അങ്ങനെ തന്നെ ഇരിക്കുക, അലന്ന് പോയിട്ടില്ല. അവിടെ നമ്മൾ ആ സമീപത്ത് നിൽക്കുമ്പോൾ അതിനെ സ്പർശിക്കുമ്പോൾ നമുക്ക് വലിയ ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് ജനം ഓടിക്കൂടുന്നത്. അതെല്ലാം ഉയർപ്പിന്റെ ശക്തിയിലുള്ള വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്നതാണ്. നമ്മൾ ആ ഉയർപ്പിന്റെ ശക്തിയുടെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളുടെ വിശ്വാസത്തിന്റെ ഒരു ഘടകം ഉയർപ്പിന്റെ ശക്തി ആദ്യം മുതൽ ഉള്ള ഒരു ശക്തിയാണ്. ആ ശക്തി പക്ഷേ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെ ഈ ശക്തി ഏറ്റവും ഉന്നതമായ മഹത്വപ്പെടുത്തലിലേക്ക് വരികയാണ്. യേശുക്രിസ്തു തൻ്റെ മരണവും പുനരുത്ഥാനത്തിലൂടെ ലോകത്തിലുള്ള എല്ലാ പാപത്തെയും കീഴടക്കിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ ഉയർപ്പിൽ വിശ്വസിക്കുന്നവർക്ക് ആ ശക്തിയിൽ പങ്കാളിത്തം ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ ഏത് ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ മാമോദീസ സ്വീകരിച്ചിരിക്കുന്നത്? ഏത് ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ടാ? മരിച്ച ക്രിസ്തുവിലാണോ വിശ്വസിച്ചിരിക്കുന്നത്? അതെ, മരിച്ചു ഉയർത്ത ക്രിസ്തുവിലാണോ? അപ്പൊ എന്നു മുതൽ ആ ഉയർപ്പിന്റെ ശക്തി നമ്മളിൽ കുടികൊള്ളുന്നു? മാമോദീസ മുതൽ. മാമോദീസയിൽ നമ്മളിലേക്ക് ഒഴുകിയ, വിശ്വാസികളിലായ നമ്മളിലേക്ക് ഒഴുകിയത് ആ മരിച്ചുയർത്ത ക്രിസ്തുവിന്റെ ശക്തിയാണ്. അങ്ങനെ നമ്മളിൽ ഒരു മരിപ്പും നടന്നു, ഒരു ഉയർപ്പും നടന്നു. എന്താണ് നമ്മളിൽ മരിച്ചത്? നമ്മിലുള്ള പാപവും ജഡികാസക്തികളും. എന്താണ് നമ്മളിൽ ഉയർത്തത്? ഒരു പുതിയ സൃഷ്ടി. അങ്ങനെ ഈ പുതിയ സൃഷ്ടിയാകുന്ന പ്രതിഭാസം നമ്മളിൽ മാമോദീസ മുതൽ
സ്ഥായിയായി ഘടകമായി നിലനിൽക്കുന്നു. പക്ഷെ നമ്മൾ ഇത് അറിയുന്നില്ല. ഇതറിയാത്തത് കൊണ്ട് അതിന്റെ അനുഭവം നമുക്കുണ്ടാവുന്നില്ല. ഇപ്പൊ ലാസറിന്റെ ഭവനത്തിൽ വന്ന യേശു ജൈറസിന്റെ മകളെ ഉയർപ്പിച്ച യേശുവാ. ജൈറസിന്റെ മകളെ ഉയർപ്പിച്ച വിവരം ലാസറിന്റെ പെങ്ങന്മാരെ അറിഞ്ഞിരുന്നുവെങ്കിൽ അവര് പറഞ്ഞേനെ, അതെ കർത്താവേ, ഏതായാലും ഇപ്പൊ എന്റെ സഹോദരൻ മരിച്ചു, നീ മറ്റുള്ളവരെയൊക്കെ ഉയർപ്പിച്ചില്ലേ, എന്ന മാതിരി എന്റെ സഹോദരനെ ഒന്ന് ഉയർപ്പിച്ചേ. അപ്പൊ ഉയർപ്പിന്റെ അനുഭവങ്ങൾ മനസ്സിലാകുമ്പോൾ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ ഈ പുതിയ സൃഷ്ടിയാകുക എന്നത് വാസ്തവത്തിൽ സംഭവിക്കുകയുള്ളൂ. ഉയർപ്പാണ് പുതിയ സൃഷ്ടിയാകുന്നതിന്റെ നിദാനം. ഇനി ഇതിപ്പോ നമ്മൾ കണ്ടതും കേട്ടതും എല്ലാം മരിച്ച ആളുകൾ ഉയർക്കുന്നതായിട്ടാണ്, ഇല്ലേ? അപ്പൊ നമ്മൾ മരിച്ചിട്ടില്ലല്ലോ, അപ്പൊ നമ്മളുടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? മരിച്ച ആളുകൾ, ഇപ്പൊ ഇതാണ് ചിന്ത പലരുടെയും. ഇപ്പൊ അവരൊക്കെ മരിച്ചു, ഇപ്പൊ നമ്മളുടെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇത് സംഭവിക്കുക? അതിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം, ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണം 9-ാം അധ്യായത്തിൽ, അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായത്തിന്റെ അവസാനത്തിലാണ് പത്രോസ് തബീത്തായുടെ ഭവനത്തിൽ, തബീത്ത മരിച്ചു കിടക്കുന്ന തബീത്തായുടെ മുറിയിൽ കടന്ന് കതകടച്ച് തബീത്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തബീത്ത റേസ് എന്ന് പറഞ്ഞപ്പോൾ ഇതാ മരിച്ചു കിടക്കുന്ന കുഞ്ഞ് തബീത്ത ഉയർത്തെഴുന്നേറ്റ് 9-ാം അധ്യായത്തിൽ. പക്ഷെ ആ 9-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ മറ്റൊരു ഉയർപ്പിന്റെ അനുഭവമുണ്ട്. അതാണ് മരിക്കാത്ത ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉയർപ്പ്. അതാണല്ല സാവൂളിന്റെ ഉയർപ്പ്. സാവൂൾ 9-ാം അധ്യായത്തിന്റെ ആരംഭം മുതൽ വായിച്ചേ. സാവൂൾ അപ്പോഴും കർത്താവിന്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. കർത്താവിന്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി മുഴക്കിക്കൊണ്ട് കർത്താവിൽ യേശുവിൽ വിശ്വസിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാനും അവരെ പീഡിപ്പിക്കാനും വേണ്ടി വന്നാൽ അവരെ കൊല്ലാനും ഉള്ള വാറന്റും ആയിട്ട് ഡമാസ്കസിലേക്ക് കുതിരപ്പുറത്ത് അതിവേഗത്തിൽ പാഞ്ഞു നീങ്ങിയ ആ സാവൂളിനെ ഇതാ വഴിമധ്യേ കർത്താവിന്റെ ഉയർപ്പിന്റെ ശക്തിയുമായിട്ട് ഒരു മല്ലെടുത്ത കർത്താവിന്റെ ഉയർപ്പിന്റെ പ്രകാശം സാവൂളിനെതിരെ വരികയും സാവൂൾ ഇതാ കുതിരപ്പുറത്തുനിന്ന് തെറിച്ചു പോയി, കുതിരപ്പുറത്തുനിന്ന് എറിയപ്പെട്ടു, അങ്ങനെ നിലത്ത് വീണു. സാവൂൾ വീണു. സാവൂളിലെ ആ വീര്യവും ശൂര്യവും എല്ലാം എവിടെ പോയി? ശൗൽ ഒരു മരിച്ച നിലയിലായി. ശൗലിന് കണ്ണ് കാഴ്ച കാണുന്നില്ല. ശൗലിന് മനസ്സിലാകുന്നില്ല ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശൗൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താണത്? ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു. സാവൂൾ, 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 നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അപ്പോൾ സാവൂൾ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? കർത്താവ് കണ്ടോ, ആ സ്വരം തന്നെ സാവൂളിന്റെ അകത്ത് എന്തോ സംഭവിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ സാവൂൾ ചോദിച്ചെന്താ? കർത്താവേ, അങ്ങ് ആരാ? ഉടനെ ശബ്ദം വീണ്ടും. അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. സാവൂളിനോട് യേശു പറയുകയാണ്, ഇനി ഞാൻ പറയുന്ന മാതിരി നീ ചെയ്യുക. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. അപ്പോൾ ഇവിടെ ശൗലിനെ തട്ടി താഴെയിട്ടു. ശൗലിന്റെ ആ വീര്യം എല്ലാം ഇപ്പോ പോയി. ശൗലിന്റെ മനസ്സ് ഏത് തരത്തിലുള്ള ഒരു വധഭീഷണിയുമായിട്ടാണോ, എന്തായിരുന്നു ശൗലിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ചിന്തകളും ഭാവനകളും പ്രവൃത്തിയുടെ ലക്ഷ്യങ്ങളും എല്ലാം ഇപ്പോൾ മരിച്ചു. അതെല്ലാം മരിച്ചു. ഇപ്പോൾ കർത്താവ് ശൗലിനോട് പറയാണ്, നീ എഴുന്നേൽക്കുക, നീ ഉയർത്തെഴുന്നേൽക്കുക, നിന്നെ ഞാൻ കാണിച്ചു തരാം നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്. ഇനിയുള്ള കഥ നമുക്കറിയാം. ശൗലിനെ മറ്റുള്ളവർ പിടിച്ചുകൊണ്ടുപോയി സഹായിച്ച് അവർ ഒരു ഭവനത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. 3 ദിവസം ഈ ശൗൽ അന്ധനായി അവിടെ കഴിഞ്ഞു കൂട്ടേണ്ടി വന്നു. 3-ാം ദിവസം അവസാനം ഇതാ അനന്യാസ് എന്ന കർത്താവ് അനന്യാസിനെ പറഞ്ഞയക്കുകയാണ്.
അനന്യാസിനോട് കർത്താവ് പറയാണ്, നീ സാവൂളിന്റെ അടുത്ത് പോയി സാവൂളിനെ മാമോദിസ മുക്കണം, സാവൂളിനെ അഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അനന്യാസ് പറയാണ്, എന്തീ കർത്താവ് പറയണേ, ഇയാളെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഇയാൾ ക്രിസ്ത്യാനികളെ മർദ്ദിക്കുന്ന മനുഷ്യനാണ്, ഇയാളെ ഞാനെങ്ങനെ അഭിഷേകം ചെയ്യണേ? കണ്ടോ, കർത്താവ് പറയാണ്, ഞാൻ നിന്നോട് പറയുന്നു, നീ പോവുക, നീ ഞാൻ പറഞ്ഞ മാതിരി ചെയ്യുക. ഐ വിൽ ഷോ ഹിം, ഞാൻ അവനെ കാണിച്ചു കൊടുക്കും, അവൻ എത്രത്തോളം എനിക്ക് വേണ്ടി പീഡ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ശൗലിന്റെ അടുത്തേക്ക് അനന്യാസ് ചെല്ലുകയാണ്. അനന്യാസ് ശൗലിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ശൗൽ, എന്റെ സഹോദരനായ ശൗൽ എന്നാ പറഞ്ഞത് കേട്ടോ. ആ സ്നേഹം കർത്താവ് പറഞ്ഞപ്പോ ഈ അനന്യാസിന്റെ ആ ശൗലിനോട് വലിയ സ്നേഹം തോന്നുകയാണ്. എന്റെ സഹോദരനായ ശൗൽ, നിന്നെ വഴിമധ്യേ കണ്ട യേശു ആണ് എന്നെ അയച്ചിരിക്കുന്നത്, നീ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക, നിന്നെ ഇതാ അഭിഷേകം ചെയ്തിരിക്കുന്നു, നിന്നെ മാമോദിസ മുക്കി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക എന്ന് പറഞ്ഞ് ശൗലിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ശൗലിന്റെ കണ്ണുകളിൽ നിന്നും ഉടൻ തന്നെ ചെതമ്പല് പോലെ എന്തോ ഒന്ന് അവന്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീഴുകയും അവന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവന് ബാഹ്യമായ കാഴ്ച മാത്രമല്ല തിരിച്ചു കിട്ടിയത്, അവന് ആന്തരികമായ, അവന്റെ അത്ഭുതകരമായ രീതിയിൽ അവന്റെ ജീവിതം ഉയർപ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. ശരിക്കും 3 ദിവസത്തിന്റെ അനുഭവം. ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന ശൗൽ മരിച്ചു, ഇപ്പോൾ ആരാ കാണുന്നത്? പൗലോസാണ്. ഈ ശൗൽ പൗലോസായി ഇതാ വീണ്ടും ഡമാസ്കസിലേക്ക് തന്നെ പോവുകയാണ്. ഡമാസ്കസിൽ താൻ ഏത് ദേവാലയത്തിൽ കയറി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കണമെന്ന് വിചാരിച്ചോ, ആ ദേവാലയത്തിൽ തന്നെ ശൗൽ കടന്നു ചെല്ലുകയും അവിടെ ശൗൽ പൗലോസായി നിന്നുകൊണ്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയല്ല ചെയ്യുന്നത്, അവിടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ്. വാട്ട് എ ചേഞ്ച്, എ ടോട്ടൽ ചേഞ്ച്, ഒരു പുതിയ സൃഷ്ടിയായ അവസ്ഥ. ഇതാണ് ഉയർപ്പിന്റെ അനുഭവം. ഈ അനുഭവം പൗലോസിന് നൽകുന്നത് ഉയർപ്പിന്റെ ശക്തിയിലൂടെയാണ്. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരിലും കുടികൊള്ളുന്ന ആ ഉയർപ്പിന്റെ ശക്തി പ്രവർത്തനമാകുമ്പോൾ, ആ ഉയർപ്പിന്റെ ശക്തിയിൽ നമ്മൾ വിശ്വാസത്തിലൂടെ ആണ് വിശുദ്ധ കുർബാനയിൽ ഉള്ള രൂപാന്തരീകരണം ഉണ്ടാവുന്നത്. ഇത് നമ്മൾ ഇനി പിന്നീട് കണക്ട് ചെയ്യാം വിശുദ്ധ കുർബാനയുമായിട്ട്, മാമോദിസയുമായിട്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ ഉയർപ്പിന്റെ അനുഭവം ഇന്ന് ഇവിടെ വെച്ച് നമുക്കുണ്ടാകണം. ഇനി മറ്റൊരു സംഭവം, മുടിയനായ പുത്രന്റെ കഥ നമ്മൾ പലപ്പോഴും ധ്യാനിച്ചിട്ടുള്ളതാണ്. നമ്മൾ ധ്യാനിച്ചിട്ടുള്ളപ്പോഴെല്ലാം ഒരുപക്ഷെ ദൈവത്തിന്റെ ആ കരുണാർദ്രമായ സ്നേഹം, പാപിയെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ ഈ ഉപമയെ എന്നും ധ്യാനിച്ചിട്ടുള്ളത്. എല്ലാവരും കരമുയർത്തി ഒന്ന് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ ഉപമയിൽ മറ്റൊരു രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നത് നമുക്കിപ്പോൾ കാണാം. ഈ മകൻ പിതാവിന്റെ ഭവനത്തിലായിരുന്നു. എന്നാൽ പിതാവിന്റെ ഭവനത്തിൽ നിന്നും അവൻ കണക്ക് അവസാനിപ്പിച്ചു. അവൻ എന്താ അവസാനിപ്പിച്ചു? അവന്റെ കണക്ക് അവസാനിപ്പിച്ചു. പിതാവിന്റെ ഭവനം അവൻ വിടുകയാണ്. ആ പിതാവിന്റെ ഭവനത്തിലെ കണക്ക് അവസാനിപ്പിച്ചതോടുകൂടി എന്ത് സംഭവിച്ചു? അവന്റെ ജീവിതം തകർച്ചയിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ പിതാവിൽ നിന്നും അകന്നു പോകുന്നതനുസരിച്ച് അവന്റെ തകർച്ചയിലേക്ക് കടന്ന് അവസാനം അവൻ എവിടെ ചെന്നെത്തി? ആരുടെ ഭവനത്തിൽ ചെന്നെത്തി? പന്നിക്കൂട്ടിൽ ചെന്നെത്തി. ഇതാണ് രണ്ട് എക്സ്ട്രീം, രണ്ട് ധ്രുവങ്ങളാണ്. ഒന്ന് ദൈവികതയുടെ ആ വലിയ പിതാവിന്റെ ഭവനം, മറ്റൊന്ന് അധപ്പതനത്തിന്റെ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്ന അവസ്ഥ. പന്നിക്കൂട്ടിൽ ചെന്നെത്തുകയാണ്. 15-ാം അധ്യായത്തിൽ, ലൂക്ക 15-ാം അധ്യായത്തിൽ 17-ാമത്തെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, പന്നിക്കൂട്ടിൽ പന്നികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും ലഭിക്കാൻ സാധിക്കാതെ വിശന്ന് അവൻ മരിക്കാറായപ്പോൾ അപ്പോൾ അവന് സുബോധമുണ്ടായി. എല്ലാവരും ഒന്ന് കരമുയർത്തിയേറ്റ് പറഞ്ഞേ, അപ്പോൾ അവന് സുബോധമുണ്ടായി. തുടർന്ന്
അവൻ പറഞ്ഞു എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. സ്റ്റോപ്പ്. കണ്ടോ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ എന്തോരം ഉയർപ്പിന്റെ അനുഭവം അവിടെ ഉള്ളത്. അവിടെ വേലക്കാര് കഴിക്കുന്ന ഭക്ഷണം പോലും കിട്ടിയാൽ മതിയല്ലോ. ഞാൻ എന്തിന് ഇവിടെ കിടന്ന് മരിക്കണം? കണ്ടോ, മരണം. അപ്പൊ അവൻ മനസ്സിലാക്കുകയാണ്, ഞാൻ എന്തിന് ഇവിടെ കിടന്ന് മരിക്കണം. തുടർന്ന് പറയാണ്, ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് നീങ്ങും. അതെന്താ അവിടെ സംഭവിക്കുന്നത്? അതെന്ത് ശക്തിയാ? അവൻ എങ്ങനെയാ അങ്ങനെ ഒരു ശക്തി വരുന്നത്? ഈ പന്നിക്കൂട്ടിൽ കിടന്നവന് എന്താ ഈ ശക്തി? ഞാൻ എഴുന്നേറ്റ്. ഉയർപ്പ. ഇപ്പൊ മുതൽ അവനിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്താ? ഉയർപ്പിന്റെ ശക്തിയാ. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോകും. കാരണം എന്റെ പിതാവിന്റെ ഭവനത്തിൽ അതുപോലെ ഒരു സമൃദ്ധിയാണുള്ളത്. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോകും. പിന്നെ അവനൊരു ക്ഷീണമില്ല, ഭയങ്കര ആനന്ദവും സന്തോഷവുമാണ്. കണ്ടോ, ഉയർപ്പിന്റെ ശക്തി. അവിടെ ഉയർപ്പിന്റെ ശക്തിയാ. അവന് സുബോധമുണ്ടായി. എന്താ സുബോധമുണ്ടായത്? അവന് മുമ്പേ ഉണ്ടായിരുന്ന ബോധം തന്നെയല്ലേ അവിടെ ഉണ്ടായത്? ആരാ ഈ സുബോധം ഉണ്ടാക്കിയത്? പിതാവിന്റെ ഭവനത്തിൽ നിന്നുള്ള ഒരു അട്രാക്ഷനാണ്. പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ഈ ഉയർപ്പിന്റെ ശക്തി അവനെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് സുബോധമുണ്ടായി. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഇങ്ങനത്തെ ഒരു സുബോധമാണ്. അപ്പോൾ അവന് സുബോധമുണ്ടായി. എപ്പോഴാണ് ഉണ്ടായത്? പിതാവിന്റെ ഭവനത്തിലെ ആ സമ്പന്നതയെക്കുറിച്ച്, ആ വലിയ വലിയ രഹസ്യം അവൻ മനസ്സിലാകുകയാണ്. അപ്പോൾ അവന് സുബോധമുണ്ടായി. അതാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടുന്നത്. അവൻ എഴുന്നേറ്റു. മരണം, ഉയർപ്പ്. ഇനി നമുക്കറിയാം എന്ത് സംഭവിച്ചിരിക്കുന്നു. അവസാനം ഇതാ ഈ മകൻ അവിടെ ചെന്ന് വലിയ സന്തോഷമായി. പക്ഷെ ഈ സന്തോഷത്തിന്റെ ഇടയിൽ അവിടെ വേറൊരു മരണം നടക്കുകയാണ്. അവിടെ വീട്ടിലുണ്ടായിരുന്ന സഹോദരൻ കാര്യം പിതാവിന്റെ ഭവനത്തിലായിരുന്നിട്ടും പിതാവിന്റെ ഭവനത്തിന്റെ സമൃദ്ധി അവൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു രഹസ്യം. കണ്ടോ, അവൻ പിതാവിന്റെ ഭവനത്തിലായിരുന്നിട്ട് എന്ത് പ്രയോജനം? ഈ ഇളയ സഹോദരൻ വന്നപ്പോൾ അവൻ ദേഷ്യപ്പെട്ട് മുഖം കറുപ്പിച്ച് പുറത്തിറങ്ങി അങ്ങ് നടന്നു. വീണ്ടും തന്തപ്പടിക്ക് ഇതേ പ്രശ്നം. ഇളയ മകൻ വന്നപ്പോ മൂത്തമോൻ പോയി. തന്തപ്പടി വീണ്ടും മൂത്തമോനെ അന്വേഷിച്ചിറങ്ങുക. അപ്പോ പിതാവ് മൂത്ത മകന്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുകയാണ്, എടാ നീ എന്താ ഇങ്ങനെ വഴക്കടിച്ച് നിൽക്കുന്നേ? എന്നോടൊന്നും പറയണ്ട. അല്ല, എന്താ നിനക്ക് പറ്റിയത്? ഇപ്പോ അവൻ വന്നു കഴിഞ്ഞപ്പോ അവനുണ്ടായിരുന്ന പൈസ മുഴുവനും അവൻ വേശ്യകളോടുകൂടെയും കള്ളു കുടിച്ചെല്ലാം നശിപ്പിച്ച് അവൻ വന്നു കഴിഞ്ഞപ്പോ ഇത്രയും വലിയൊരു ആഘോഷം. ഇതിന്റെയൊക്കെ എന്താ ആവശ്യം? ഞാൻ ഇത്രയും നാളും അപ്പച്ചന് ഇത്രയും വേല ചെയ്ത് ഇത്രയും ഞാൻ അപ്പച്ചന് വേണ്ടി ചെയ്തിട്ട് ഒരു ആട്ടിൻകുഞ്ഞിനെ എനിക്ക് വേണ്ടി കൊന്നു. ഇത്രയും നാളും ഞാൻ കഷ്ടപ്പെട്ട് അപ്പന്റെ ഭവനത്തിൽ താമസിച്ച് അപ്പന് ശുശ്രൂഷ നടത്തിയിട്ട് ഒരാട്ടിൻകുഞ്ഞിനെ പോലും എനിക്ക് വേണ്ടി അപ്പൻ കൊന്നോ? ഇതാണ് പാരമ്പര്യ ക്രിസ്ത്യാനിയുടെ അവസ്ഥ. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളാണ്, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന ആളാണ്, എല്ലാ 15 ദിവസവും കുമ്പസാരിച്ച് കുർബാനയൊക്കെ ഉള്ള ആളാണ്. എന്നിട്ട് എനിക്ക് എന്ത് കിട്ടി? മൂത്തമോന്റെ അവസ്ഥ. അപ്പോ അപ്പൻ പറയാണ്, എടാ മകനെ, നീ എപ്പോഴും എൻ്റെ കൂടെയല്ലേ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ? നിന്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ അവൻ ജീവിക്കുന്നു. മരിപ്പ്, ഉണർവ്, മരണം, പുനരുത്ഥാനം. അവൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ ആനന്ദിക്കണം. നിനക്കോ? നീ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതല്ലേ, അതുകൊണ്ട് എനിക്കുള്ളതെല്ലാം. അപ്പോൾ എനിക്കുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ എൻ്റെ സമ്പന്നത,
എന്റെ സമ്പന്നതയുടെ മഹത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഉയർപ്പിന്റെ ശക്തിയാണ്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ തെറ്റുപറ്റുന്നത്. ഇവൻ അറിഞ്ഞൂടെ, ഇത്രയും നാൾ പിതാവിന്റെ ഭവനത്തിൽ ജീവിച്ചിട്ടും പിതാവിന്റെ സമ്പന്നത അവന് അറിഞ്ഞുകൂടാ. അവൻ പറയാണ്, ഒരാട്ടും കുഞ്ഞിനെ ഇത്രയും നാളായിട്ട് അപ്പൻ എനിക്ക് വേണ്ടി വെട്ടിയോ? അപ്പോ പിതാവിന്റെ ഭവനത്തിൽ ആയിരുന്നത് കൊണ്ട് പ്രയോജനമില്ല. പിതാവിന്റെ സമ്പന്നതയെക്കുറിച്ചും പിതാവിന്റെ അനുഗ്രഹത്തെക്കുറിച്ചും പിതാവിൽ നിന്ന് നമുക്ക് അവകാശമായിട്ടുള്ളത് എന്താണെന്ന് നമ്മൾ അറിയണം. എന്താ നമ്മുടെ അവകാശം? എന്താ നമ്മുടെ അവകാശം? ഉയർപ്പിന്റെ ശക്തിയാണ് നമ്മുടെ അവകാശം. പുതിയ സൃഷ്ടിയാവുക എന്നതാണ് നമ്മുടെ അവകാശം. വിശുദ്ധമായ ഒരു ജീവിതമാണ് നമ്മുടെ അവകാശം. ഇതെല്ലാം വെക്കി പിതാവേ ഞങ്ങൾക്ക് ഇങ്ങ് തായോ. നമുക്ക് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഈ ഉയർപ്പിന്റെ ശക്തി നമ്മളിൽ ഉണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് വരിക. ഒരു കരം ഹൃദയത്തിൽ വെച്ചുകൊണ്ട്, ദൈവമേ, ഞങ്ങളിൽ വസിക്കുന്ന ദൈവമേ, അങ്ങാണ് പുനരുത്ഥാനവും ജീവനും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ശബ്ദമുയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട്, എന്നിൽ വസിക്കുന്ന ദൈവമേ, എന്നിൽ വസിക്കുന്ന ദൈവമേ, എന്നിൽ ജീവിക്കുന്ന ദൈവമേ, എന്നിൽ ജീവിക്കുന്ന ദൈവമേ, അങ്ങാണ് ജീവനും പുനരുത്ഥാനവും, അങ്ങാണ് ജീവനും പുനരുത്ഥാനവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഇവിടെ വെച്ച് ഇന്ന് തന്നെ ഉയർപ്പിന്റെ ശക്തി എന്നിലേക്ക് ഒഴുകണമേ, എന്നിൽ കത്തിപ്പടരണമേ. ഉയർപ്പിന്റെ ശക്തി എന്റെ ആത്മാവിലും എന്റെ ശരീരത്തിലും പ്രകടമാക്കണമേ. ഞാൻ വിശ്വസിക്കുന്നു എന്നിലുള്ള പഴയ മനുഷ്യൻ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യൻ ക്രൂശിക്കുന്നതിന് ഞാനിതാ വിട്ടുകൊടുക്കുന്നു. എന്നിലുള്ള പഴയ മനുഷ്യനെ ക്രൂശിക്കണമേ. എന്നെ ഒരു പുതിയ മനുഷ്യനാക്കണമേ. എന്നിലുള്ള പഴയ മനുഷ്യനെ ഉയർപ്പിന്റെ ശക്തിയിലൂടെ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.